നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാർ അഴിമതി മന്ത്രി മാണിക്കെതിരെ സമരം ശക്തമാക്കി LDF. ജില്ലയിലെങ്ങും പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നു. AKPCTA കാസർഗോഡ് കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു. ലോക വനിതാ ദിനാചരണം വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിങ്സ് ചിത്ര പ്രദർശനത്തിന് കാഞ്ഞങ്ങാട് തുടക്കം. വിധി നൽകിയത് സങ്കടങ്ങൾ. വൈകല്യങ്ങൾക്ക് മുന്നിൽ തളരാത്ത കുട്ടപ്പുന്നയിലെ സഹോദരങ്ങൾ സങ്കടക്കാഴ്ചയാകുന്നു. തരിശുപാടത്ത് വിത്തെറിഞ്ഞു. പെൺകരുത്തിൽ വിളഞ്ഞത് 100 മേനി. കിഴക്കുംകര ചെരിച്ചൽ കുതിരുമൽ തറവാട് കളിയാട്ടത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. ആരോപണ വിധേയനായ മന്ത്രി KM മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. LDF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ സമരം നടന്നു. കോഴ വിവാദം മന്ത്രി മാണിക്കെതിരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. LDF അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മടിയനിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കരുണാകരൻ കുന്നത്ത് അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ M. പൊക്ലൻ, A. ദാമോദരൻ, കാറ്റാടി കുമാരൻ, A. ബാലകൃഷ്ണൻ, AV സഞ്ജയൻ, PK കണ്ണൻ എന്നിവർ സംസാരിച്ചു. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. ബാർക്കോഴ പ്രശ്നത്തിൽ മന്ത്രി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് LDF പ്രക്ഷോഭം ശക്തമാക്കി. വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. ബാർക്കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ശക്തമാക്കി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. KK വത്സലൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, M. പൊക്ലൻ, VV രമേശൻ, അഡ്വക്കേറ്റ് CV ദാമോദരൻ, PP രാജു, CK ബാബുരാജ്, EKK പടന്നക്കാട് എന്നിവർ സംസാരിച്ചു. P. നാരായണൻ സ്വാഗതം പറഞ്ഞു. ബാർക്കോഴ വിവാദത്തിൽ കുറ്റാരോപിതനായ മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കുറ്റവിചാരണ. LDF നീലേശ്വരം നഗരസഭാ കമ്മിറ്റിയാണ് വിചാരണ ഒരുക്കിയത്. ചെറുവത്തൂരിൽ നടന്ന കൂട്ടായ്മ K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. 2015-16 വർഷത്തേക്കുള്ള ഈ കേരളത്തിലെ മൊത്തം വരവ്, ഈ കേരളത്തിലെ മൊത്തം ചെലവ്, ഇതെല്ലാം കണക്കാക്കി അവതരിപ്പിക്കുന്ന സഭയുടെ മുമ്പിൽ ജനസമക്ഷം അവതരിപ്പിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനെ തടയുക എന്നുള്ളത് സാധാരണ രീതി ആരെങ്കിലും ചെയ്യും. പക്ഷെ ചെയ്യാതിരിക്കാൻ വഴി നിർവാഹമില്ല. ഒരു കുറ്റവാളിയാണ്, ജയിലിൽ കിടക്കേണ്ടുന്ന ഒരു കുറ്റവാളിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. KM മാണി കുറ്റം ചെയ്തിരിക്കുന്നു, കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയിരിക്കുന്നു, കോഴ വാങ്ങിക്കുന്നു. അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ, അതിന്റെ ഫോൺ സന്ദേശമടക്കം എല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. നേരിട്ട് കൈ കൊടുത്തിട്ടുള്ള ആളുകൾ പറയുകയാണ്, ഞങ്ങൾ 15 ലക്ഷം, 50 ലക്ഷം, 35 ലക്ഷം ഈ രീതിയിൽ ഞങ്ങൾ കോഴ കൊടുത്തിരിക്കുന്നു. മുനമ്പത്ത് ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. VP ജാനകി, KP വത്സലൻ, PA നായർ, K. കണ്ണൻ, മുകേഷ് ബാലകൃഷ്ണൻ, വെങ്ങാട്ട് കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. P. കരുണാകരൻ MP പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. നീലേശ്വരം NKBM EP സ്കൂളിന് സമീപം നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായ ശ്രീമാൻ KM മാണി ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിന് വിധേയമായിട്ടുള്ള ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മന്ത്രി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 4 വർഷം പൂർത്തിയാവാൻ വേണ്ടി പോവുകയാണ്. ഈ മെയ് മാസമാകുമ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 4 വർഷം പൂർത്തിയാവും. ഈ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിന് വിധേയമാവുകയുണ്ടായി. മുൻകാലങ്ങളിലുള്ള കേസ് പുറമെ ഈ ഗവൺമെന്റിന്റെ തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വിവിധങ്ങളായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾക്കാണ് വിധേയമായത്. P. ഭാർഗവി അധ്യക്ഷയായി. കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, M. അസിനാർ, കൊട്ര വാസുദേവ്, TV ശാന്ത, KP രവീന്ദ്രൻ, KV വേണു, N. അമ്പു എന്നിവർ സംസാരിച്ചു.
ബാർക്കോഴ വിവാദം കാസർഗോഡും ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. ബാർക്കോഴ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ധനമന്ത്രി കെ.എം. മാണി ബജറ്റ് അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മന്ത്രിയെ കുറ്റവിചാരണ ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജനകീയ കുറ്റവിചാരണ നടന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമരച്ചോട്ടിൽ നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകാൻ വേണ്ടി കെ.എം. മാണിക്ക് 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം 2 കോടിയാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഞങ്ങൾക്ക് ബാർ ലൈസൻസ് പുതുക്കി തന്നില്ല. മാണി ഞങ്ങളോട് പണം വാങ്ങുകയും ചെയ്തു, ഞങ്ങൾ വഞ്ചിക്കുകയും ചെയ്തു. ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അന്ന് ഒരു ധാർമ്മികതയുടെ പേരിലായാലും രാഷ്ട്രീയ മാന്യതയുടെ പേരിലായാലും കെ.എം. മാണി രാജിവെക്കേണ്ടതായിരുന്നു. INL നേതാവ് സുബൈർ പടുപ്പ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് B. സുരേഷ് ബാബു, M. സുമതി, PV കുഞ്ഞമ്പു, K. ഭാസ്കരൻ, P. ദാമോദരൻ, ബിജു ഉണ്ണിത്താൻ, K. കമലാക്ഷൻ, അബ്ദുറഹ്മാൻ ബാങ്കോട്, അബൂബക്കർ ഖാദിരി തളങ്കര തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മേലാങ്കോട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിലെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാനാണ് പരിപാടി ലക്ഷ്യമിട്ടത്. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മേലാങ്കോട്ട് ഗവൺമെന്റ് UP സ്കൂളിലെ ഗേൾസ് ക്ലബ്ബാണ് പരിപാടിക്ക് നേതൃത്വമേകിയത്. സ്കൂളിൽ ദീർഘകാലം അധ്യാപികയായിരുന്ന മേരി ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ ലീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നാളത്തെ വനിതാ ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ എങ്ങനെ നമുക്ക് നേരിടാം, അതുപോലെ തന്നെ നമുക്ക് ഇന്ന് സ്ത്രീകൾ എന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി വനിതാ പ്രവർത്തകർ ഉണ്ട്. അവരെയൊക്കെ ഓർമ്മ പുതുക്കിയാണ് നാളത്തെ വനിതാ ദിനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ HM പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെന്ന് ഒരുപിടി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പലവിധ പീഡനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിട്ട് വരികയാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാലും പൂർണ്ണമായി എന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഡയറ്റിലെ സീനിയർ ലെക്ചറർ ജയലക്ഷ്മി ടീച്ചർ, സുജാത ടീച്ചർ, സ്മിത, KK രാഘവൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഹെഡ് മാസ്റ്റർ രവീന്ദ്രൻ അധ്യക്ഷനായി. KV സുധ, അനിത, ആശ, കണ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിങ്സ് ചിത്ര പ്രദർശനം തുടങ്ങി. കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതിയും പക്ഷികളുമായുള്ള ബന്ധങ്ങൾ വിഷയമാക്കിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്ത ഇനം പക്ഷികളും അവയുടെ ആവാസ വ്യവസ്ഥയും ചിത്രങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. K. സതീഷ് കുമാറിന്റെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ചിത്രപ്രദർശനം എൻഡോസൾഫാൻ സമരനായിക ലീലാകുമാരി അമ്മ ഉദ്ഘാടനം ചെയ്തു. രവി പിലിക്കോട്, T. സുരേഷ്, അശോകൻ, ഷാജി കാവിൽ എന്നിവർ സംസാരിച്ചു. ചിത്രപ്രദർശനം 15-ന് സമാപിക്കും. ജന്മന ബുദ്ധിവൈകല്യമുള്ള ജ്യേഷ്ഠന് വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും സാന്ത്വനം പകരുകയാണ് ബധിരനും മൂകനുമായ അനുജൻ. മടിക്കൈ ബംഗളം കൂട്ടപ്പുന്ന കോളനിയിലാണ് വൈകല്യങ്ങൾ തളർത്താത്ത സാഹോദര്യത്തിന്റെ ഈ കാഴ്ച. കൂലിത്തൊഴിലാളികളായ ദാമോദരൻ ജാനകി ദമ്പതികളുടെ മക്കളായ രഞ്ജിത്തും അപ്പുവുമാണ് ഈ അപൂർവ സഹോദരങ്ങൾ. ജന്മനാ ബുദ്ധിവൈകല്യമുള്ള രഞ്ജിത്ത് ഹൃദ്രോഗി കൂടിയാണ്. അനുജൻ അപ്പുവാകട്ടെ ബധിര മൂകനെങ്കിലും ചിത്രശില്പ നിർമ്മാണത്തിലുള്ള കഴിവ് ജന്മസിദ്ധമായി ലഭിച്ചു. മാതാപിതാക്കളും സഹോദരി ലിജിയും കൂലിപ്പണിക്ക് പോകുമ്പോൾ ശരീരം കൊണ്ട് വയ്യാത്ത ഈ സഹോദരങ്ങൾ പരസ്പരം താങ്ങും തണലുമാകും. വീട്ടിൽ തനിച്ചാകുന്ന അപ്പു കടലാസിൽ പെൻസിൽ കൊണ്ടും കളർ പേന കൊണ്ടും ചിത്രങ്ങൾ വരയ്ക്കും. പ്ലാസ്റ്റിക്കും പാഴ്വസ്തുക്കളും മുളയും കൊണ്ട ശില്പങ്ങളും തീർക്കും.
അതിൽ പിന്നെ മൂത്ത മോന് സുഖമില്ല, തീരെ വിഷമത്തിലാവുന്നില്ലത്. പിന്നെ ഒരു മോള് ഇത് കല്യാണം കഴിഞ്ഞ് പോയി. പിന്നെ ഇളയ മോനാണ് പോണി കലാപരമായിട്ട് ഇങ്ങനെ ചിത്രം വരക്കലും ഇങ്ങനെയെല്ലാം കുറേ അങ്ങനെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഒരു പിന്നെ കിഡ്നിക്ക് സുഖമില്ല, ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റും ഇതെല്ലാം ആയിട്ടാണില്ല. അപ്പം അങ്ങനെ യാത്ര കൊണ്ടുപോകാനും ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെറിയൊരു ഇതിൻ്റെ തകർച്ചെല്ലാം ഇല്ലത്. അനുജന്റെ കലാവൈഭവം കൗതുകപൂർവ്വം നോക്കിയിരുന്നാണ് ജ്യേഷ്ഠൻ രഞ്ജിത്ത് നേരം പോക്കുന്നത്. രഞ്ജിത്തിന്റെ ചികിത്സയ്ക്ക് മാതാപിതാക്കൾ ഇതിനകം തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചു. 3 മാസത്തോളം പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു രഞ്ജിത്ത്. ചെറുക്കളയിലെ മാർത്തോമ ബദിരമുഖ വിദ്യാലയത്തിൽ കുറച്ചുകാലം പഠിച്ചെങ്കിലും വീട്ടിലെ പ്രയാസങ്ങൾ മൂലം അപ്പു പഠനം നിർത്തി. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ പെൻഷൻ തുക മാത്രമാണ് ഇരുവർക്കും ആശ്രയം. ചികിത്സാ സഹായത്തിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പുവിന്റെ ജന്മസിദ്ധമായ കലാവാസനകൾ പരിപോഷിപ്പിക്കാൻ ആരെങ്കിലും വന്നാൽ അത് ഈ കുടുംബത്തിനൊരു കൈത്താങ്ങാകും. അതിൽ മാത്രമാണ് ഇവരുടെ പ്രതീക്ഷയും. ന്യൂസ് ബ്യൂറോ, ചൊയ്യംകോട്. ശാസ്ത്രത്തെയും ചരിത്രത്തെയും അറിവിനെയും കേന്ദ്ര സർക്കാർ വർഗീയവൽക്കരിക്കുകയാണെന്ന് AKPCTA ജില്ലാ സമ്മേളനം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലാണ് ജില്ലാ സമ്മേളനം നടന്നത്. ചർച്ചകൾ നടത്താതെ കോളേജുകൾക്ക് സ്വയംഭരണാവധി നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് AKPCTA ജില്ലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. സമ്മേളനം കേളുവേട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിഷണയുടെ ദുരന്തബോധവും ഇച്ഛയുടെ ശുഭാപ്തി വിശ്വാസവും എന്ന വളരെ പ്രധാനപ്പെട്ട വിപ്ലവാത്മകമായ ഒരു ബൗദ്ധിക സന്ദേശം ഇറ്റലിയിലെ വിപ്ലവകാരികൾക്ക് മുമ്പിൽ വെച്ചു. ഫാസിസം അതെപ്പോഴും ചരിത്രത്തിൽ എല്ലായിടത്തും മതാധികാരത്തിന്റെ അല്ലെങ്കിൽ പ്രാജ്ഞമായ ഒരു കാലത്തിന്റെ വംശീയബോധത്തിന്റെ പ്രത്യയശാസ്ത്രമായിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. മുസോളിനി ആയാലും ഹിറ്റ്ലർ ആയാലും സ്പെയിനിന്റെ ഫ്രാങ്കോ ആയാലും ഒക്കെ ഫാസത്തെ ചരിത്രത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുള്ളതെല്ലാം മതവംശാധികാരവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലക്കാണ്. ജില്ലാ പ്രസിഡന്റ് പ്രമോദ് വെള്ളച്ചാൽ അധ്യക്ഷനായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. A. പവിത്രൻ, ഡോക്ടർ P. ബാബു ആൻഡോ, PV ബാബു, വിജയൻ അടുക്കാടൻ, P. വിനോദ് കുമാർ, KP രമേശൻ, രജീഷ് വെള്ളാട്ട് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ TP നഫീസ BV രക്തസാക്ഷി പ്രമേയവും T. ജിജികുമാരി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. V. കരുണാകരൻ സ്വാഗതം പറഞ്ഞു. തരിശുഭൂമിയിൽ പെൺകരുത്തിൽ വിളഞ്ഞത് 100 മേനി. ചെറുവത്തൂർ പുതിയകണ്ടം പാടശേഖരത്തിലാണ് പെൺകൂട്ടായ്മ പൊന്നു വിളയിച്ചത്. വർഷങ്ങളായി തരിശായി കിടന്നിരുന്ന 2.5 ഏക്കറോളം വരുന്ന പുതിയകണ്ടം പാടശേഖരത്തിൽ സുവർണശോഭയുടെ വിളഞ്ഞു നിൽക്കുകയാണ് നെൽക്കതിരുകൾ. കാഞ്ചന, ഉമ, ചിറ്റേനി, പുഞ്ചാവിത്തനങ്ങളാണ് ഇവിടെ കൃഷിക്കായി ഉപയോഗിച്ചത്. സൂര്യ കുടുംബശ്രീ അംഗങ്ങളാണ് ഈ കാർഷിക മുന്നേറ്റത്തിന് പിന്നിൽ. വിത്തിറക്കിയത് മുതൽ വിള പരിപാലനം വരെ കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും ഈ പെൺകൂട്ടായ്മ പാടശേഖരത്തിൽ സജീവമായിരുന്നു. നമ്മളെ ഈ തരിശു ഭൂമിയിൽ ഇപ്പം ഇങ്ങനെ നെല്ലുണ്ടാക്കി പിന്നെ അവർക്ക് വന്ന് ഭക്ഷ്യയോഗ്യമായ സാധനം ഇപ്പം പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നു പറയുമ്പം വളരെയധികം സന്തോഷം തന്നെ. അപ്പം സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഈ എത്ര കാലം കണ്ട ഒഴിച്ചു വിട്ടിട്ട് ഇപ്പം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇപ്പം കുടുംബശ്രീക്കാർ ഇവരെ കുടുംബശ്രീ തന്നെ എല്ലാ വർഷവും എന്തായിട്ടും പച്ചക്കറി ആയാലും അല്ലേ, മുൻപ് കപ്പ, അപ്പം നെല്ല്, അപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്ന പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു നല്ലൊരു സംരംഭത്തിൻ്റെ പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ വാർഡിൽ ഒരു മാതൃകാപരമായ ഒരു സംരംഭം തന്നെയാണ് തുടങ്ങിയത്. കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതിനാൽ
വരും വർഷങ്ങളിലും നെൽകൃഷി സജീവമാക്കാനാണ് ഇവരുടെ ആലോചന. നെൽകൃഷി വിളവെടുപ്പ് AB രമണി നിർവഹിച്ചു. കാസർഗോഡ് നഗരത്തിലെ അനധികൃത പെട്ടിക്കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. നഗരസഭയുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് പെട്ടിക്കടകൾ നീക്കം ചെയ്ത് തുടങ്ങിയത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന തട്ടുകടകളാണ് പോലീസ് നീക്കിയത്. കാസർഗോഡ് CP സുധാകരൻ നേതൃത്വത്തിൽ നഗരസഭയുടെ സഹകരണത്തോടെയായിരുന്നു പോലീസ് നടപടി സ്വീകരിച്ചത്. ഇതിന് പിന്നിൽ മടുക്ക ചൂതാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് നടപടിയെന്നും കാസർഗോഡ് CP സുധാകരൻ പറഞ്ഞു. തട്ടുകടയിലെ തർക്കമാണ് പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്. പഴയ ബസ് സ്റ്റാൻഡിലും ഏതാനും കടകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. അടോട്ട് മൂത്തേടത്തുകുതിര് പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. കട്ടില വയ്ക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. അടോട്ട് മൂത്തേടത്തുകുതിര് പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് നവീകരണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ കട്ടില വയ്ക്കൽ ചടങ്ങ് നടന്നു. നവീകരണ കമ്മിറ്റി ചെയർമാൻ K. വേണുരാജ് നമ്പ്യാർ, ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പിൽ, ട്രഷറർ P. നാരായണൻ, PP ഭരതൻ തുടങ്ങിയവർ നേതൃത്വമേകി. ആചാരസ്ഥാനികരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കിഴക്കങ്കര ചെരിച്ചൽ കുതിരുമൽ തറവാട് പുനഃപ്രതിഷ്ഠാ കർമ്മത്തിന് ശേഷമുള്ള കളിയാട്ടം നടന്നു. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യങ്ങൾ അരങ്ങിലെത്തി. കിഴക്കങ്കര ചെരിച്ചൽ കുതിരമൽ തറവാട്ടിലെ കളിയാട്ടം ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. ശനിയാഴ്ച പുലർച്ചെ ശൈവസങ്കല്പത്തിൽ അധിഷ്ഠിതമായ പൊട്ടൻ തെയ്യവും കെട്ടിയാടി. ചണ്ടാലവേഷം ധരിച്ച് ബ്രാഹ്മണ്യത്തിന്റെ പൊള്ളത്തരങ്ങളെ പരീക്ഷിച്ച ശിവകഥയുടെ പൊരുളറിയിച്ച് പൊട്ടൻ തെയ്യം ഉറഞ്ഞാടി. കളിയും കാര്യവുമായി എത്തുന്ന പൊട്ടന്തെയ്യത്തിനു മുന്നിൽ പ്രാർത്ഥനകൾ നേരാൻ ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ശനിയാഴ്ച വിഷ്ണുമൂർത്തി, ചാമുണ്ടി, ഗുളികൻ തെയ്യങ്ങളും ധർമ്മദൈവമായ ഉച്ചൂളി കുതിരുമൽ ഭഗവതിയും കെട്ടിയാടി. അന്നദാനവും നൽകി. വിഷൻ കെയർ ഒപ്റ്റിക്കൽ ആൻഡ് ഐ ക്ലിനിക്കിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങളും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഷൻ കെയർ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കാസർഗോഡിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർധനരായ 100 പേർക്ക് സൗജന്യമായി കണ്ണട ഫ്രെയിമുകളും 10 പേർക്ക് തിമിര ശസ്ത്രക്രിയയും നടത്തുമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു. ഇതിനുവേണ്ടി പള്ളി കമ്മിറ്റിയോ ക്ഷേത്ര കമ്മിറ്റിയോ നെഹ്റു യുവകേന്ദ്രയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകളുടെയോ ഭാരവാഹികളുടെ ഒപ്പും സീലുമുള്ള അപേക്ഷാ ഫോറം ഉപഭോക്താക്കൾ നൽകണം. കൂടാതെ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് നേത്രപരിശോധന ക്യാമ്പും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിർധരായിട്ടുള്ള 100 പേർക്ക് പള്ളി, അതുപോലെ അമ്പല കമ്മിറ്റികൾ, നെഹ്റു യുവകേന്ദ്രയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകളുടെയോ ഔദ്യോഗിക ലെറ്ററുമായി വരുന്ന നിർധരായിട്ടുള്ള 100 പേർക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യാനും 10 പേർക്ക് മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലുമായി സഹകരിച്ച് നേത്ര തിമിര ശസ്ത്രക്രിയ നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. സിറാർ അബ്ദുള്ള, അബു യാസിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർ അഴിമതി, മന്ത്രി മാണിക്കെതിരെ സമരം ശക്തമാക്കി LDF. ജില്ലയിലെങ്ങും പ്രതിഷേധ കൂട്ടായ്മകൾ നടന്നു. AKPCTA കാസർഗോഡ് കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു. ലോക വനിതാ ദിനാചരണം, വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിങ്സ് ചിത്ര പ്രദർശനത്തിന് കാഞ്ഞങ്ങാട് തുടക്കം.
വിധി നൽകിയത് സങ്കടങ്ങൾ. വൈകല്യങ്ങൾക്ക് മുന്നിൽ തളരാത്ത കുട്ടപ്പുന്നയിലെ സഹോദരങ്ങൾ സങ്കടക്കാഴ്ചയാകുന്നു. തരിശുപാടത്ത് വിത്തെറിഞ്ഞു. പെൺകരുത്തിൽ വിളഞ്ഞത് 100 മേനി. കിഴക്കുംകര ചെരിച്ചൽ കുതിരുമൽ തറവാട് കളിയാട്ടത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.